ഹലോ, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്ന് രാവിലെ തന്നെ ഒരു അലുവ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം നിങ്ങളെ എനിക്ക് കാണിക്കാൻ ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പം ഞാനൊരു മിക്സി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ടുന്നത് അരക്കപ്പല്ല 2 കപ്പ് അരിപ്പൊടി കേട്ടോ. 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ സാധനത്തിൽ ഈ സ്പൂണിലാണ് 2 കപ്പ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് ഇടുക. അതേപോലെ 1/2 കപ്പ് റവ ഇടുക. പിന്നെ ഒരു ഫുള്ള് ചോറ്, 1 കപ്പ് ചോറ് കേട്ടോ. ചോറിടുക. പിന്നെ വേണ്ടുന്നത് കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കേട്ടോ. കുറച്ച് മതി, കൂടുതലുണ്ട്. ആവശ്യത്തിനുള്ള അതിട്ടിട്ട് 1/2 കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് ഇവ നന്നായിട്ട് അരച്ചെടുക്കുക. അരക്കുവാണേ. എല്ലാം എടുത്തു. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചു കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കിലോ ശർക്കര ഉരുക്കി വെച്ചിരിക്കുകയാണ്. അത് ഞാൻ ചൂടോടെ തന്നെ ഒഴിക്കുകയാണ് കേട്ടോ. അരിച്ചെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് കുറച്ചിട്ടിട്ട് ഒന്ന് മിക്സിയിൽ അടിക്കണം കേട്ടോ, ചെറുതായിട്ട്. അരച്ചു. ഇനി ഇവന് ആദ്യം വേണ്ടുന്നത് ചട്ടി സ്റ്റൗവിലിട്ട് വെക്കാൻ പോവാണ്. സ്റ്റൗവിലോട്ട് ഒരു ചട്ടി വെച്ചു. അതിലേക്ക് കുറച്ച് ബട്ടർ കേട്ടോ. ബട്ടറാണ് ഇട്ടത്. ഒന്ന് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യണം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസുണ്ട്. ഇനി ഞാൻ കുറച്ച് നെയ്യാണ് കേട്ടോ ഒഴിക്കുന്നത്. ഒരു 1/2 കപ്പോളം നെയ്യ് ഒഴിച്ചു കേട്ടോ. ഇനി നെയ്യിലും ബട്ടറിലും ഇനി സ്റ്റവ് വെച്ച് കേട്ടോ. ഇനി നമ്മുടെ അരച്ച സാധനങ്ങളുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിക്കും. കുറച്ച് ബാലൻസ് ശർക്കര ഉരുക്കിയത് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് അവനും കൂടി ഒന്ന് ഇതിലേക്ക് ഒഴിക്കും. കണ്ടോ, ഇവനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. അടുക്കി പിടിക്കാതെ ഇതേപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ആ സമയത്ത് നമ്മൾ കുറച്ച് സോഡാപ്പൊടി ഇതിലേക്ക് ചേർക്കണം. കുറച്ച് മതി, കുറച്ച് സോഡാപ്പൊടി കേട്ടോ.
തുടങ്ങുന്നുണ്ട്. അപ്പം സെൻറ്ററിൽ നമ്മൾ ഇറക്കി കൊടുക്കണം കേട്ടോ. എല്ലാം ശർക്കര എല്ലായിടത്തും നന്നായിട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യണം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കുറച്ച് പിസ്തയും കശുവണ്ടിയും ഒക്കെ എടുത്തിട്ടുണ്ട്. അത് പൊടിച്ചെടുത്തിരിക്കുവാണ്. ഇനി അവനും കൂട്ടി നന്നായിട്ട് ഇതുപോലെ ഉണ്ടാക്കും. ഇനി ഈ ചൂടോടുകൂടെ നമ്മൾ ഏത് പ്ലേറ്റിലാണ് എടുക്കുന്നത് അതിലേക്ക് എടുക്കണം, സെറ്റ് ചെയ്യാനായിട്ട്. ഈ പ്ലേറ്റിലാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഒരു 5 മിനിറ്റ് 5 മിനിറ്റ് വെച്ചിട്ട് ഞാനിപ്പം കൊണ്ടുവരായേ. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ കേക്ക്. കണ്ടോ, ഇതിങ്ങനെ മുറിച്ച് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാനൊന്ന് മുറിക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ്. കണ്ടോ, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയുവാണ്, എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഈ ഹലുവ. എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ കാണാം കേട്ടോ. Okay, bye-bye.
സി യു. എല്ലാവരും ഈ കേക്ക് കഴിക്കട്ടാ, അടിപൊളി.